ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമിയ ബോട്ടി. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമായിരിക്കും പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സ് കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് എല്ലാം കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കാറ്റലോഗ്, ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ഓംബ്രഡ് ഷെയ്ഡിൽ വരുന്ന ഡബിൾ ഷെയ്ഡിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ്. ഒരുപാട് നല്ല കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതും ബഡ്ജറ്റ് ബൈ റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് 399 നല്ല പ്ലെയിൻ ആയിട്ട് വരുന്ന കുർത്തീസ്, കോളർ നെക്കിൽ പ്ലെയിൻ കുർത്തീസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്ലബ് കോട്ടണിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2 പീസ് സെറ്റ്. ഇത്തവണ നമ്മൾ ടോപ്പ് ഓൺലി ആയിട്ട് നമ്മൾ 399 ബഡ്ജറ്റ് ബൈ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീസ്റ്റോക്ക്, കഴിഞ്ഞ 2 വീഡിയോയിലും റീസ്റ്റോക്കുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ കളക്ഷൻസും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക. റീസ്റ്റോക്ക് ഒക്കെ ചോദിച്ചവർ ഇന്നത്തെ വീഡിയോ കാണുക. അപ്പൊ കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. 6 വർക്കിംഗ് ഡേയ്സിനുള്ളിലേക്ക് നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത്. 6 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടും ഐറ്റം റിസീവ് ആയില്ലെങ്കിൽ ട്രാക്കിംഗ് ഐ ഡി ചോദിക്കാം കേട്ടോ. പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ട്രാക്കിംഗ് ഐ ഡി സെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾ 6 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു ടൈം പീരീഡ് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവും. ഇൻസൈഡ് കേരള ആണെങ്കിൽ, ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ ഒരു 2-3 ദിവസം കൂടി കൂടുതൽ വേണം കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 399 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലേക്കാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലെയിൻ ഷെയ്ഡ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ട് സെറ്റ് ഒക്കെ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതാണ് പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന ടോപ്സും അതുപോലെ തന്നെ കോട്ട് സെറ്റും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പ്ലെയിൻ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മാൻഡ്രിൻ കോളർ വന്നിട്ട് സെന്ററിൽ കട്ടിംഗ് ആണ് വരുന്നത്. താഴേക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് കളേഴ്സ് വരുന്നത്. ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈൻ ഷെയ്ഡിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ഗ്രാം ഗ്രീൻ ഷെയ്ഡിലേക്കും അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഡീറ്റെയിലിംഗ് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ്. കോളറിലേക്ക് വന്നിട്ട് സെന്ററിൽ ഒരു കട്ടിംഗ് ഉണ്ട്. ഒരു വി പാറ്റേണിൽ വരുന്ന കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷനും ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. കാഷ്വൽ വെയറായിട്ട് നമുക്ക് ഡെയിലി വെയറായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. MT സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിളിഷ് വൈൻ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. കോളർ നെക്ക് വന്നിട്ട് സെന്ററിൽ കട്ടിങ്ങും താഴേക്ക് ബട്ടൺസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതാണ് അറ്റം വരെ ലൈനിങ് കൊടുത്തേക്കുന്നത്. ബാക്ക് പോർഷനും സെയിം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ സെക്കൻഡ് കളർ ഷെയ്ഡ് ഈ ഒരു ലുക്കാണ് വരുന്നത്. MT സൈസ് വരെ അവൈലബിൾ ആണ്. വേറെ ചെയ്യുമ്പോൾ ഈ ഒരു ഫുൾ ലുക്കാണ് വരുന്നത് കേട്ടോ. നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. 399 ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. MT സൈസ് വരെ ഈ ഒരു കുർത്തി അവൈലബിൾ ആണ്. തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രാം ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലൈറ്റർ ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് കോളർ നെക്ക് പാറ്റേൺ വരുന്നത്. പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. സ്ലിറ്റഡ് ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും വൈറ്റ് ബോട്ടം അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പ്ലെയിൻ കുർത്തിയുടെ കൂടെ നമുക്ക് വൈറ്റ് ബോട്ടം ഒക്കെ ഇട്ട് പെയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വരുന്നത്. ഇതും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, XXL സൈസ് വരെയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫുള്ളുക്കാണ് വരുന്നത്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡൊക്കെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കോളർ നെക്കിലാണ് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. MT സൈസ് വരെ ഈ ഒരു കുർത്തിയും അവൈലബിൾ ആണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫുള്ളുക്കാണ് വരുന്നത് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പ്രൈസ് സെയിം തന്നെയാണ്. 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. MT സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട് സെറ്റ് ആണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല റെസ്പോൺസ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും 499 ഫ്രീ ഷിപ്പിംഗിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാതെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. 4 കളർ ഷെയ്ഡിൽ കോട്ട് സെറ്റ് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 499 ഫ്രീ ഷിപ്പിംഗിലേക്കാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. കളർ ഷെയ്ഡ് വരുന്ന ഇതാണ്. ഞാൻ വെയർ ചെയ്തേക്കുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ പാറ്റേണും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഷെയ്ഡും വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് കാണാം. ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു ഐഹോൾ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ടോപ്പും ബോട്ടം സെയിം തന്നെയാണ്. കോട്ട് സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ടോപ്പിന്റെ ഒരു പ്രിന്റ് വരുമ്പോൾ ഇങ്ങനെ വരും. ചെറിയൊരു ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ബേസ് വരുന്നത് പിങ്ക് ആണ്. വൈറ്റ് ഫ്ലോറലാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഫാബ്രിക് വരുന്നത് പോപ്കോൺ ഫാബ്രിക് തന്നെയാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലായിരിക്കും വരുന്നത്. ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ബോട്ടം വരുമ്പോൾ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തേക്കുന്നത്. വൺ സൈഡ് പോക്കറ്റും ഉണ്ട്. 40 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. ലൂസ് ഫിറ്റ് ആയിട്ടാണ് ബോട്ടം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ്. M2XX സൈസ് വരെ ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈസ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 499 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഏറ്റവും അഫോർഡബിൾ പ്രൈസിലേക്കാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മസ്റ്റ് ബൈ ഐറ്റം ആണ്, മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ബേസ് വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. അതുപോലെ തന്നെ വൈറ്റ് ഫ്ലോറിലാണ് ഇതിലും കൊടുത്തേക്കുന്നത് കേട്ടോ. സെയിം നെക്കും സെയിം ഫീച്ചർ തന്നെയാണ്. റൗണ്ട് നെക്ക് വന്നിട്ട് സെൻറ്ററിൽ ഒരു ഐഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുള്ളത്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അറ്റം വരെ ലൈനിങ് വരുന്നുണ്ട്. ഇതിന്റെയും ബോട്ടം വരുമ്പോൾ ഇലാസ്റ്റിക് വേസ്റ്റ് തന്നെയാണ്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. 40 ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെയും വിയർ ചെയ്തിട്ടുള്ളൊരു ഫുൾ ലുക്കും കൂടി നോക്കാം. നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വിയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫുള്ളിക്കാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. M2XX സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ്. 499 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ടോപ്പും ബോട്ടും സെയിം തന്നെയാണ്, സെയിം പ്രിന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. റൗണ്ട് നെക്ക് വന്നിട്ട് സെൻട്രൽ ഒരു ഹൈ ഹോൾ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് ഉണ്ട്. ബോട്ടം വരുമ്പോൾ സെയിം തന്നെ, സെയിം ഫാബ്രിക്കിൽ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. സെയിം ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് M2XX സൈസ് വരെയാണ് കേട്ടോ. മീഡിയം ലാർജ് XXX സൈസ് വരെ അവൈലബിൾ ആണ്. കറക്റ്റ് സൈസ് ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. കറക്റ്റ് മെഷർമെന്റിൽ തന്നെയാണ് വരുന്നത്. വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് മെഷർമെന്റ് ചൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 499 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലേക്കാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പാറ്റേൺ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. സെയിം ഫാബ്രിക് തന്നെയാണ്. 46 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റും ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ബോട്ടം വരുമ്പോൾ ഇലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് പോക്കറ്റും നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെയും വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വിയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫുൾ ലുക്ക് തന്നെയാണ് വരുന്നത്. M2XX സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം ഫാബ്രിക് ആണ്. പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക. M2XX സൈസ് വരെയാണ് ഈ ഒരു കോഡ് സെറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് മറക്കരുത് 499 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി ഓംബ്രഡ് ഷെയ്ഡിലേക്ക്, ഡബിൾ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 5 ഡിഫറെന്റ് കളേഴ്സിൽ, അതും അടിപൊളി കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അക്വ ബ്ലൂ ഒക്കെ നമ്മൾ ഇത്തവണ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത തരത്തിലുള്ള ഷെയ്ഡ്സ് ആണ് നമ്മൾ കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. 5 കളേഴ്സ് വരുന്ന ഇതാണ്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന ലാവൻഡർ പിങ്ക് കോമ്പിനേഷനിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഗ്രീൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി പാരഗ്രീൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പീച്ച് കളർ ഷെയ്ഡ് തന്നെ 2 പാറ്റേൺസിൽ വരുന്നുണ്ട്. ഇതൊരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് പിങ്ക് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പീച്ച് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്ക്. അങ്ങനെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. നല്ല കോമ്പിനേഷൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. മസ്റ്റ് ബൈ ഐറ്റം ആണ്. ഒരു കളർ ഷെയ്ഡെങ്കിലും നമ്മുടെ വാൾഡ്രോപ്പിൽ മസ്റ്റ് ആയിട്ട് വേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു പാറ്റേൺ അല്ല. അപ്പൊ ഈ ഒരു പാർട്ടി വെയർ സെറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഓവർ ഷെയ്ഡിലേക്ക്. ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കിയിട്ട് മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെയൊക്കെ വാൾഡ്രോപ്പിൽ ഒരു പ്രൊഡക്റ്റ് എങ്കിലും മസ്റ്റ് ആയിട്ട് വാങ്ങി വെക്കാം കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡിലും പാറ്റേണിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡീറ്റെയിലേക്ക് കാണാം. ഈ ഒരു വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നത് കേട്ടോ. സെൽഫ് കട്ട് ബീഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിൽവർ കട്ട് ബീഡ്സും ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സ്ലീവും അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഷെയ്ഡിലേക്കാണ് നമ്മൾ ഡൈ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കട്ട് ബീഡ്സിന്റെ യോ കട്ടിങ് കൊടുത്തിട്ട് ആ ഒരു യോ കട്ടിങ്ങിന്റെ താഴേക്ക് ഫ്ലീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷനിലും കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കട്ടിങ്ങിന്റെ താഴേക്ക് പ്ലെയിൻ ആയിട്ട് വരും. എലൈൻ കട്ടാണ്. ഫാബ്രിക് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ. ജോർജറ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വരുമ്പോൾ ബട്ടർ ക്രേപ്പ് ലൈനിങ് വരും. അറ്റം വരെ നമ്മൾ ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ടോപ്പ് പോർഷനിൽ വരുന്ന ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ടോപ്പ് പോർഷന്റെ താഴേക്ക് വരുമ്പോൾ ഷെയ്ഡ് ലൈറ്റർ ആയിട്ട് വരും. എൻ പോർഷനിൽ വരുമ്പോൾ പിങ്ക് ഷെയ്ഡിലേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 2 കളർ ഷെയ്ഡാണ് വരുന്നത്. അതേ സെയിം കോമ്പിനേഷൻ തന്നെയാണ് കട്ട് ബീഡ്സിന്റെ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് കട്ട് ബീഡ്സിന്റെ വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒപ്പം സിൽവർ കട്ട് ബീഡ്സും കൊടുത്തിട്ട് ആ യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വീനെക്ക് പാറ്റേൺ ആണ് വരുന്നത്. നെക്ക് ലൈൻ്റെ ബോർഡർ ആയിട്ടും സിൽവർ കട്ട് ബീഡ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളർ കോമ്പിനേഷനിലാണ് കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നത് കേട്ടോ. വേസ്റ്റ് കട്ട് കൊടുത്തിട്ട് താഴേക്ക് ഫ്ലീറ്റ്സ് അയൺ ചെയ്താണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഫ്ലീറ്റഡ് പോർഷൻ ആണ് ചെയ്തിട്ടുള്ളത്.
47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, XXL സൈസ് വരെയാണ്. പ്രൈസ് വരുമ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡിലേക്ക് പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 899 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ മസ്റ്റ് ബൈ ഐറ്റം ആണ്, മിസ് ചെയ്യരുത്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും ഗ്രീൻ ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് നല്ല ട്രെൻഡിങ് ഗ്രീൻ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. എൻ പോർഷനിലാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡിന്റെ ഒരു ഗ്രീൻ അക്വ ഗ്രീനിലേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലോസർ ലുക്ക് വരുന്നത് ഇതാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ അക്വ ബ്ലൂ ഷെയ്ഡിലൊക്കെ വരുന്ന കട്ട് ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സിൽവർ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ് വരുന്ന ഇതാണ്. കട്ടിങ്ങിന്റെ താഴേക്ക് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ഡബിൾ ഷെയ്ഡിലേക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. സ്റ്റാർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ആ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് തന്നെ നോക്കിയാൽ അറിയാം. നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് ഫ്ലോറൽ ഡിസൈനിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്ലൈൻ്റെ ബോർഡർ ആയിട്ടും ആ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. നല്ല ഷൈനിങ് ആയിട്ട് വരുന്ന സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. വിയർ ചെയ്തിട്ടുള്ള ലുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലേക്ക് എലൈൻ കട്ടിൽ യോ കട്ടിങ്ങോട് കൂടിയിട്ടാണ് താഴേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് ബാക്കിലും ഡബിൾ ഷെയ്ഡിലേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. ഈ ഒരു പാറ്റേണിൽ വരുന്ന ഓരോ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡും നോക്കിയിട്ട് മസ്റ്റ് ബൈ ഐറ്റം ആയിട്ട് പർച്ചേസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡൊക്കെ നോക്കി മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഈ ഒരു പാറ്റേൺ പുതിയ പാറ്റേൺസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റീസ്റ്റോക്ക് ഉണ്ടാവില്ല. മാക്സിമം വീഡിയോ വരുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. MT സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ലൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. 899 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വരുമ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സിൽവർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാണ് വർക്കിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. സെയിം വീനെക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഒരു സിൽവർ ആൻഡ് ആ ഒരു എൻ പോർഷനിൽ ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് വരുന്ന കളർ ഷെയ്ഡിലാണ് ആ ഒരു സെൽഫ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് വരുന്നത്. താഴേക്ക് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ട് വരും. അപ്പോൾ ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. ഇത് വരുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. സെയിം ഫീച്ചറാണ്. MT സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് യൂണീക്ക് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസ് മറക്കരുത്. 899 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒരു പിങ്ക് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. സെയിം ഫീച്ചർ തന്നെയാണ്. വീനെക്ക് പാറ്റേൺ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. സ്ലീവിലേക്കും ഡബിൾ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ടോപ്പിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ആ ഒരു കട്ട് ബീഡ്സിന്റെ ഒക്കെ വർക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതൊരു സിൽവർ ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. ബാക്ക് പോർഷനും സെയിം ഓംബ്ര ഷെയ്ഡിലേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെയും വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു പിങ്ക് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഡബിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ സ്ലീവിലും ഡബിൾ ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ബോഡി പോർഷൻ അറ്റം വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക. MT സൈസ് വരെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 899 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ആൻഡ് ദ ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് പീച്ച് കളർ കോമ്പിനേഷൻ തന്നെയാണ്. പീച്ച് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്ക്. പീച്ചിന്റെ തന്നെ 2 കളർ കോമ്പിനേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ഇത് പീച്ച് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വരുമ്പോൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതും സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത്. ആ ഒരു നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ഡബിൾ ഷെയ്ഡിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വർക്കിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ആ ഒരു കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നത് കേട്ടോ. നല്ല ഒരു അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഒരു കട്ട് ബീഡ്സ് വരുന്നത്. സിൽവർ കോമ്പിനേഷൻസും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ലുക്ക് വരും. ഈ ഒരു ലാസ്റ്റ് കളർ ഷെയ്ഡും വിയർ ചെയ്തിട്ടുള്ളൊരു ഫുൾ ലുക്കും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീച്ച് ആൻഡ് അക്വ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിലും സെയിം ഷെയ്ഡ് തന്നെയാണ്. ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒട്ടും ലേറ്റ് ആകാതെ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡും നോക്കി പർച്ചേസ് ചെയ്യുക. MT സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന കോട്ട് സെറ്റ് ആണ്. സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ കോപ്പർ വേവിംഗിൽ വരുന്നൊരു കോട്ട് സെറ്റ് ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു കളർ ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ വന്ന് പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആയി. നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തു, കംപ്ലീറ്റ് നമ്മൾ ഡിസ്പാച്ചും ചെയ്തു. ഇപ്പോൾ മൂന്നാമത് വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കളർ ഷെയ്ഡും കൂട്ടത്തിൽ തന്നെ ഒരു ഷെയ്ഡ് കൂടെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല 2 കളേഴ്സിലാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിലിംഗ് കാണാം. ഇതിൻ്റെ നെക്ക് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്ക് കയ്യിൽ പിടിച്ചേക്കുന്നത്. നല്ലൊരു നെക്ക് പാറ്റേണിൽ സ്ലബ് കോട്ടണിലാണ് കോട്ട് സെറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഡീറ്റെയിലിംഗ് ഓരോന്നായിട്ട് കാണാം. 2 ഷെയ്ഡ് വരുന്നത് ഇതാണ് ഗ്രീൻ ഷെയ്ഡിൽ. കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന സെയിം ഗ്രീൻ ഷെയ്ഡിൽ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വിയർ ചെയ്തേക്കുന്ന റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. 2 ഷെയ്ഡ് വരുന്നതും നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ കുറേ പേര് വേറെ കളർ ഓപ്ഷൻസ് ചോദിച്ചുകൊണ്ടാണ്, ഗ്രീൻ ഷെയ്ഡ് ഉള്ളവർ തന്നെ വേറെ ഷെയ്ഡ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഈ ഒരു കോട്ട് സെറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഇതുവരെ ചെയ്യാത്തൊരു നെക്ക് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ കോപ്പർ വീവിംഗിലാണ് വരുന്നത്. ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത്. നെക്കും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കളർ ഷെയ്ഡ് റോയൽ ബ്ലൂ, കറക്റ്റ് റോയൽ ബ്ലൂ ഷെയ്ഡിലേക്ക് ഈ ഒരു കോപ്പർ വീവിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു പ്രിന്റ് തന്നെയാണ്, ഈ ഒരു കോപ്പർ വീവിംഗ് തന്നെയാണ് ടോപ്പും ബോട്ടും ഈ ഒരു ടോപ്പിന്റെ ബാക്ക് സൈഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 46 ഇഞ്ചസ് ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനും സെയിം കോപ്പർ വീവിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലബ് കോട്ടണിലേക്ക് പ്യൂർ കോട്ടൺ ലൈനിങ് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അറ്റം വരെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവ് നമ്മൾ 3/4 ആയിട്ട് കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡ് പോർഷനിലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാക്കറ്റ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബോട്ടം എന്ന് പറയുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടിൽ പടിയാണ് ചെയ്തേക്കുന്നത്. കെട്ടി വെക്കാനായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റ് ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കോപ്പർ വീവിംഗിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ്. 40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്. സ്ലബ് കോട്ടണിൽ ഈ ഒരു കോട്ട് സെറ്റ് ഒക്കെ പ്ലെയിൻ ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ്. റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. മീഡിയം, ലാർജ്, XXL സൈസിലേക്കാണ് ഈ ഒരു കോട്ട് സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് കഴിഞ്ഞ തവണത്തെ അതേ പ്രൈസ് റേഞ്ച് തന്നെയാണ്. 799 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഗ്രീൻ ആണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ, നെക്ക് സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫീച്ചർ എല്ലാം സെയിം തന്നെയാണ്. സ്ലബ് കോട്ടണിലേക്ക് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. ഇതിൻ്റെയും സ്ലീവിൻ്റെ എം പോർഷനിലായിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പ്ലാക്കറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. ബാക്കിലേക്കും സെയിം വീവിങ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുന്നതും ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ കെട്ടി വെക്കാനായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ് പോക്കറ്റും ഉണ്ട്. ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂസ് ഫിറ്റ് ആയിട്ട് 40 ഇഞ്ചസിലാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, XXL സൈസ് വരെയാണ് കേട്ടോ. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നതും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. 799 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. കോപ്പർ സെറി വർക്കിൽ കോട്ട് സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ പ്രൈസ് മറക്കരുത്. 799 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസും ആ കൂട്ടത്തിൽ തന്നെ മറക്കാതെ പറഞ്ഞു പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സൈസ് നമ്മൾ നോക്കി മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് വരുമ്പോൾ ആ ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കുക. നമ്മൾ പോസ്റ്റൽ ത്രൂ ആയിരിക്കും അയക്കുന്നത്. ഇൻസൈഡ് കേരള ഒരു 6 വർക്കിംഗ് ഡേയ്സും ഔട്ട്സൈഡ് കേരള വരുമ്പോൾ ഒരു 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പോസ്റ്റൽ ത്രൂ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നത്. പെട്ടെന്ന് വേണമെന്നുള്ളവർ DTDC പ്രിഫർ ചെയ്യുക. DTDC വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. പാക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം രണ്ടാമത് പാക്കറ്റിലിട്ട് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അയച്ചു തരാം. സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല. എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം. നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ചോദിക്കാം കേട്ടോ. ഒരു സൈസ് അപ്പ് എടുക്കണോ എന്നുള്ളത് താഴെ വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിലിംഗ് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും അപ്ഡേഷൻസ് വരുള്ളൂ. അപ്പൊ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.